ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 7 ശ്ലോകം 8. രസോഹമപ്സു കൗന്ദേയ പ്രഭാസ്മി ശശി സൂര്യയോ പ്രണവ സർവവേദേഷു ശബ്ദകേ പൗരുഷം നൃഷു. അല്ലയോ കൗന്ദേയ, ജലത്തിൽ രസവും സൂര്യചന്ദ്രന്മാരിൽ പ്രഭയും സർവവേദങ്ങളിൽ പ്രണവവും ആകാശത്തിൽ ശബ്ദവും പുരുഷന്മാരിൽ പൗരുഷവും ഞാനാകുന്നു. ഇവിടെ ഒരു നൂലിൽ കോർക്കപ്പെട്ട മുത്തുകൾ എന്ന കണക്കെ ഈ സർവ പ്രപഞ്ചവും ഭഗവാനിൽ നിലകൊള്ളുന്നു എന്ന് പറയുകയാണ്. പ്രപഞ്ചം എന്ന് പറയുമ്പോൾ പ്രകർഷേണ പഞ്ചത്വം യഥാ തഥാ ഇതി പ്രപഞ്ചം, നല്ലതുപോലെ 5 ചേർന്നത്, അതായത് പഞ്ചഭൂതങ്ങൾ എന്നർത്ഥം. അപ്പം പഞ്ചഭൂതങ്ങളിൽ ആകാശത്തിൻ്റെ സ്വഗുണമാണ് ശബ്ദം, വായുവിൻ്റെ സ്വഗുണമാണ് സ്പർശം, അഗ്നിയുടെ സ്വഗുണമാണ് രൂപം, ജലത്തിൻ്റെ സ്വഗുണമാണ് രസം, ഭൂമിയുടെ സ്വഗുണമാണ് ഗന്ധം. ഇനി അവിടെ ആകാശത്തിൻ്റെ സ്വഗുണമായ ശബ്ദം, വായുവിൻ്റെ സ്വഗുണമായിരിക്കുന്ന സ്പർശം, അതിനോട് ചേർന്ന് ആകാശത്തിൻ്റെ ഗുണം കൂടി കൂടിച്ചേർന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ അഗ്നിയുടെ സ്വഗുണമാണ് രൂപം, അതിനോട് ചേർന്ന് ആകാശത്തിൻ്റെ ശബ്ദവും വായുവിൻ്റെ സ്പർശവും ചേർത്തി മനസ്സിലാക്കേണ്ടതുണ്ട്. ജലത്തിൻ്റെ സ്വഗുണമാണ് രസം, അതിനോടുകൂടി ആകാശത്തിൻ്റെ ശബ്ദവും വായുവിൻ്റെ സ്പർശവും അഗ്നിയുടെ രൂപവും ചേർത്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഭൂമിയുടെ സ്വഗുണമാണ് ഗന്ധം, അതിനോടുകൂടി ആകാശത്തിൻ്റെ ശബ്ദവും വായുവിൻ്റെ സ്പർശവും അഗ്നിയുടെ രൂപവും ജലത്തിൻ്റെ രസവും ഭൂമിയുടെ ഗന്ധവും, അതായത് ഭൗമ പദാർത്ഥങ്ങളിൽ ഗന്ധവും. അങ്ങനെ പഞ്ചഭൂതങ്ങളെ മനസ്സിലാക്കുമ്പോഴും ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ പഞ്ചഭൂതങ്ങളിൽ അതിൻ്റെ തനത് ഗുണമായ ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളാൽ അവ കോർക്കപ്പെട്ടിരിക്കുന്നു. അത് ഭഗവാനാണ്. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ സൂര്യചന്ദ്രന്മാരിൽ പ്രഭയാകുന്നു, പ്രഭയാൽ കോർക്കപ്പെടുന്നു. സൂര്യനാണ് നമുക്ക് പ്രകാശം തരുന്നതെങ്കിലും ചന്ദ്രനും ആവശ്യമുണ്ട്. ചന്ദ്രനാണ് ഓഷധികളെ അഥവാ നമ്മുടെ മനസ്സിനെ ഒക്കെ പോഷിപ്പിക്കുന്നത്. അതിൻ്റെ ഈ ചന്ദ്രൻ്റെ പ്രഭയാലാണ്. അപ്പം സൂര്യചന്ദ്രന്മാരിൽ പ്രഭയായിട്ട് ആ പ്രഭ ഭഗവാനായിട്ട് മനസ്സിലാക്കൂ. ഈ പ്രകാശം, ഈ പ്രഭ ഞാനാകുന്നു എന്ന് പറയുന്നതിലൂടെ അതാണ് അനുസന്ധാനം ചെയ്യേണ്ടത്. തുടർന്ന് പറയാണ്, സർവവേദങ്ങളിലും പ്രണവം ഞാനാകുന്നു. പ്രണവം എന്ന് പറയുമ്പോൾ ഓങ്കാരം. അവിടെ സർവവേദങ്ങളിൽ എന്ന് പറയുമ്പോൾ സർവഗ്രന്ഥരാശികളെയും അർത്ഥമാക്കണം. വേദം എന്നുള്ളത് ആത്മജ്ഞാനത്തെ, പരമാത്മാവിനെ കുറിച്ചുള്ള അറിവ്, ഈശ്വരനെ കുറിച്ചുള്ള അറിവ് എന്നർത്ഥത്തിൽ അത് പലതില്ല. പക്ഷെ ഗ്രന്ഥങ്ങൾ എന്ന അർത്ഥത്തിൽ ഇവിടെ നമുക്ക് മനസ്സിലാക്കുകയാണെങ്കിൽ ഋഗ്വേദം, മന്ത്രപ്രധാനമായ വേദമാണ് ഋഗ്വേദം, ഗദ്യപ്രധാനമായതാണ് യജുർവേദം, ഗാനപ്രധാനമായതാണ് സാമവേദം. ഈ വേദലക്ഷണങ്ങൾ ഇത് 3 ഋക്ക്, യജുസ്, സാമം. അഥർവവേദത്തിന് പ്രത്യേകിച്ച് ലക്ഷണമൊന്നുമില്ല. എന്നാലും ഈ ഋഗ്വേദ, യജുർവേദ, സാമവേദ, അഥർവങ്ങളെയും കൂടാതെ ഓരോ വേദത്തിനും 4 വോള്യങ്ങൾ എന്ന പോലെ 4 ഭാഗങ്ങളായി തിരിച്ചാൽ അതിൻ്റെ സംഹിത, അതായത് വേദമന്ത്രങ്ങൾ അടങ്ങിയ ഭാഗത്തെ സംഹിത എന്ന് പറയും.
ബ്രാഹ്മണം എന്ന് പറഞ്ഞാൽ ആ മന്ത്രങ്ങൾ എവിടെ എങ്ങനെ വിനിയോഗിക്കണം എന്ന് പറയുന്നതാണ് ബ്രാഹ്മണം. അതുകൊണ്ട് തന്നെ സംഹിത ബ്രാഹ്മണാത്മകോ വേദ എന്നുണ്ട്. അത് കർമ്മകാണ്ഡമാണ്. പിന്നെ ആരണ്യകം എന്നൊരു ഭാഗമുണ്ട്. ആരണ്യകം എന്ന് പറഞ്ഞാൽ അരണ്യത്തിൽ പോവല്, കാട്ടിൽ പോവല്. കാട്ടിൽ പോകുക എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റിൽ പോയിട്ട് പോവുക എന്നുള്ളതല്ല. നമ്മുടെ ഏകാന്തമായിട്ട് മനസ്സ് വിജനമായ സ്ഥലത്തേക്ക് പോയിട്ട് വിഷയങ്ങളിൽ നിന്നൊക്കെ പിന്മടക്കി ധ്യാനിക്കുന്ന അതിനെയാണ് ആരണ്യകം എന്നുള്ളത് പറയുന്നത്. അതായത് ഉപാസനാകാന്ഡം. ഇതിൻ്റെ താല്പര്യ നിർണയം ചെയ്തിരിക്കുന്ന ഭാഗമാണ് വേദാന്തം. അറിവിൻ്റെ അറ്റം. അറിവിനറ്റമില്ല, എന്നാൽ അറിവിൻ്റെ താല്പര്യ നിർണയം. അതാണ് ഉപനിഷത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ സംഹിത, ബ്രാഹ്മണം, ആരണ്യകം, ഉപനിഷത്ത് എന്നീ വേദങ്ങളും അതേപോലെ വേദം പഠിക്കണമെങ്കിൽ അവശ്യം അറിഞ്ഞിരിക്കേണ്ടതാണ് വേദാംഗങ്ങൾ. ശിക്ഷ, കൽപ്പം, വ്യാകരണം, നിരുക്തം, ഛന്ദസ്, ജ്യോതിഷം. അത് 6. ഇനി അതുകൂടാതെ വേദത്തിന് ഉപവേദങ്ങളുണ്ട്. ആയുർവേദം, ധനുർവേദം, സ്തപത്യവേദം, ഗാന്ധർവവേദം, അർത്ഥശാസ്ത്രം. ഇങ്ങനെ അതിവിപുലമായ ഗ്രന്ഥരാശിയെ ഇവിടെ വേദശബ്ദത്താൽ നാം മനസ്സിലാക്കുമ്പോൾ അതിൻ്റെയൊക്കെ അന്തസത്ത, സാരം ഓങ്കാരമാണ്, പ്രണവമാണ്. അപ്പൊ സർവവേദങ്ങളിലും ഞാൻ പ്രണവമാകുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് വേദസാരമാണ് ഞാൻ എന്നർത്ഥം. ഇത് നമുക്ക് കഠോപനിഷത്തിൽ കാണാം. സർവേ വേദായത് പദമാമനന്തി തപാംസി സർവാണി ജയദ്വദന്തി യദിച്ഛന്തോ ബ്രഹ്മചര്യം ചരന്തി തത്തേ പദം സംഗ്രഹേണ ബ്രവീമി ഓമിത്യേതത്. എല്ലാ വേദങ്ങളും യാതൊരു പദത്തെയാണോ വിസ്തരിക്കുന്നത്? എല്ലാ തപസ്സുകളും യാതൊന്നിനെ ലക്ഷ്യമാക്കിയാണോ പറയപ്പെട്ടിരിക്കുന്നത്? യാതൊന്നിനെ ഇച്ഛിച്ചിട്ടാണോ ബ്രഹ്മചര്യത്തെ ആചരിക്കുന്നത്? ആ പദത്തെ ഞാൻ നിന്നോട് ചുരുക്കമായി പറയുന്നു. ഓം എന്നതാണിത്. ഈ മന്ത്രം വേദസാരമാണ്. ഓങ്കാരം എന്നതിന് പ്രമാണമാണ്. ഇങ്ങനെയുള്ള പ്രണവമാകുന്ന എന്നിൽ വേദങ്ങൾ കോർക്കപ്പെട്ടിരിക്കുന്നു എന്നർത്ഥം മനസ്സിലാക്കണം. തുടർന്ന് പറയാണ്, ആകാശത്തിൽ ശബ്ദം ഞാനാകുന്നു. ആദ്യം പറഞ്ഞതാണ്. അപ്പം ആകാശത്തിൻ്റെ ഗുണം ശബ്ദമാണ്. ആ ആകാശത്തിൽ സാരഭൂതമായത് ശബ്ദമാണ്. ആ ശബ്ദമാകുന്ന എന്നിൽ ആകാശം കോർക്കപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ അനുസന്ധാനം ചെയ്യൂ. പിന്നെ പറയാണ്, പുരുഷന്മാരിൽ പൗരുഷം ഞാനാകുന്നു. കാരണം പൗരുഷമാണല്ലോ പുരുഷന്റെ ഭാവം. അപ്പോൾ ഭഗവാന്റെ ആ ഭാവം കൊണ്ടാണ് ഒരാൾ പുരുഷനായിരിക്കുന്നത്. അത് ഞാനാകുന്നു. ഇവിടെ പറഞ്ഞ സർവ ദൃഷ്ടാന്തങ്ങളിലും ഓരോ ഭൂതത്തിനും മൂലഭൂതമായ ഭാവം എന്ന നിലയ്ക്ക് ഭഗവത് തത്വത്തെ അനുസന്ധാനം ചെയ്യാനാണ് ഉപദേശിക്കുന്നത്. തുടർന്ന് അടുത്ത ശ്ലോകം കൊണ്ടും ഇങ്ങനെ തന്നെയാണ് പറയുന്നത്. വാസ്തവത്തിൽ എല്ലാറ്റിലും അന്തർലീനമായിരിക്കുന്ന ആ ഭഗവത് ഭാവത്തെ കണ്ട് ഉപാസിക്കൂ എന്നാണ് അർത്ഥം. അതിന് നമുക്ക് വിചാരം ചെയ്യാൻ വേണ്ടി ഒരു ദൃഷ്ടി തന്നതാണ്. അങ്ങനെ വേണം മനസ്സിലാക്കാൻ. വിവിധ വ്യക്തികളും നാനാപ്രകാരത്തിലുള്ള വസ്തുക്കളുമാകുന്ന മുത്തുകൾ ചേർന്ന ഈ ജഗത്തിലെ മാലയിലെ നൂലാണ് ആ പരമാത്മാവ്. അതിൽ നിന്ന് അന്യമായിട്ട് ഇവിടെ മറ്റൊന്നുമില്ല. ഈ തത്വത്തെ പരമാത്മാവിൻ്റെ സർവാധാരത്വവും സർവവ്യാപിത്വവും വ്യക്തമാക്കി മനസ്സിലാക്കാൻ, ധ്യാനിക്കാൻ നമുക്ക് സഹായകമാകും.